നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകാം അല്ലെ. മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾക്ക് നേരെ മതം ചോദിച്ച ആക്രമണം. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ശേഷം മുംബൈ മീറ റോഡിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ചു. ISIS ബന്ധം സംശയിക്കുന്ന ജൈബ് സുബൈർ അൻസാരി എന്നയാളാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഏതാണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണ ശ്രമമാണ് നടന്നിരിക്കുന്നത്. ആദ്യം തന്നെ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ എന്താണ് ഇത് സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങൾ? ഗുഡ് മോർണിംഗ് രാഖി സൂചിപ്പിച്ച പോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായി തന്നെയായിരുന്നു ഈ ഒരു ആക്രമണവും ഉണ്ടായത്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് 2 സുരക്ഷാ ജീവനക്കാരെ 2 സെക്യൂരിറ്റിക്കാരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഒരു ഭീകരവാദി എന്നുള്ളതാണ്. ഇയാൾ 2019 ഇയാൾ US നിന്നും ഭാരതത്തിലേക്ക് എത്തിയതാണ്. ഇയാൾ കുർള സ്വദേശിയാണ്. ഇയാൾ മുംബൈയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു. ഇയാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ സുരക്ഷാ ജീവനക്കാർ പറയുന്നത് ഇയാൾ അപ്രതീക്ഷിതമായി തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്താണ് പേര് എന്ന് ചോദിക്കുന്നു. പേര് പറഞ്ഞപ്പോൾ കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അരയിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. 2 സെക്യൂരിറ്റി ജീവനക്കാർക്കാണ് കുത്തേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഒരാൾ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾ ഈ സെക്യൂരിറ്റി ക്യാബിനിൽ ഓടിക്കേറി. അയാളുടെ ആരോഗ്യനിലയാണ് ഇപ്പോൾ തൃപ്തികരമായി തുടരുന്നത്. എന്നാൽ മറ്റേയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 90 മിനിറ്റുള്ള CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. ഇയാൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നതും ഈ സെക്യൂരിറ്റി ജീവനക്കാരോട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ ഇവരെ കുത്തുന്നതും അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചു. മഹാരാഷ്ട്ര പോലീസ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് മഹാരാഷ്ട്ര ATS കൂടി, ആൻറ്റി ടെററിസ്റ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾ ISIS ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. ഇയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് പരിശോധന നടത്തി. ആ പരിശോധനയിൽ വ്യക്തമായത് ഇയാൾ നിരന്തരം ഈ ISന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകളും അതേപോലെ തന്നെ മറ്റ് ദൃശ്യങ്ങളും അടക്കം ഇയാൾ പരിശോധിച്ചിരുന്നു. ഇയാൾ നിരന്തരം ഇത് കണ്ടിരുന്നു. ഇയാൾ ഇത്തരത്തിൽ തീവ്ര ആശയത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക രാജ്യം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നുള്ള ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ വകവരുത്തണമെന്നുള്ള ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇയാളുടെ പ്രയത്നം അല്ലെങ്കിൽ ഇയാളുടെ പ്രവൃത്തിയായിരുന്നു ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഹൽഗാം ആക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ്. പഹൽഗാമിലും സമാനമായി ഈ ഭീകരവാദികൾ ഈ ബൈസരൻ വാലിയിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളോട് നിങ്ങൾ ഇതേപോലെ തന്നെ പേര് ചോദിക്കുന്നു, കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. കലിമ ചൊല്ലാൻ അറിയില്ല അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവരെ വെടിയുതിർത്ത് കൊല്ലുന്നു. എന്നാൽ ഇവിടെ മഹാരാഷ്ട്രയിലെ മീര റോഡിൽ ഇയാൾ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏതായാലും ഒരാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്, ഒരാൾക്ക് സാരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. 2 പേരും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നന്ദൻ, അതോടൊപ്പം നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നേറുന്ന ഓർമ്മകൾ ഒരാണ്ട് പിന്നിടുകയാണ്. നിലവിലിപ്പോൾ ഈ ആക്രമണം നടത്തുന്നതിലും സമാന രീതിയിൽ തന്നെയായിരുന്നു, സമാന സ്വഭാവം പുലർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. ഈ വ്യക്തിയിൽ മാത്രം ഒതുങ്ങില്ല അന്വേഷണം എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഇയാൾക്ക് മറ്റാരിൽ നിന്നെങ്കിലും പ്രേരണയുണ്ടോ? നേരത്തെ നന്ദൻ പറഞ്ഞതുപോലെ ഇയാൾ പിന്തുടരുന്ന ആശയങ്ങൾ എല്ലാം തീവ്ര മതചിന്ത പുലർത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നാൾ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആരെല്ലാമാണ് നിന്നത് എന്നതടക്കമുള്ള മറ്റ് അല്പം കൂടി വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ, വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. രോഹിണി, ഈ ഖലിമ അതായത് ഏകദൈവ വിശ്വാസത്തെ കൂടുതൽ അല്ലെങ്കിൽ അതിനെ ഉദ്ധരിക്കുന്ന മന്ത്രം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രചാരകനാണ് അല്ലെങ്കിൽ പ്രവാചകനാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ധരിക്കുന്ന വചനമാണ് ഈ ഖലിമ എന്നുള്ളത്. പല ഖലിമകളുണ്ട്. ഈ ഖലിമകൾ ചൊല്ലാത്തവർ അവർ മുസ്ലിങ്ങളാണ് എന്നുള്ളത് പെട്ടെന്ന് ഇത്തരക്കാർക്ക് ബോധ്യപ്പെടുന്നു. അവരെ ആക്രമിക്കുന്നു. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിലും വിശ്വസിക്കാത്തവരെ മുഴുവൻ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ISISൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തിലൂന്നിയായിരുന്നു ഇയാൾ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്
എന്നുള്ളതാണ് മഹാരാഷ്ട്ര പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആന്റി ടെററിസ്റ്റ് കോഡ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഇയാൾ വളരെ തീവ്രമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. നിലവിൽ ഇയാളുടെ ഫ്ളാറ്റ് പരിശോധിച്ചപ്പോൾ ചില ലഘുലേഖകളും മറ്റും ലഭ്യമായിട്ടുണ്ട്. ഇയാൾ കമ്പ്യൂട്ടറിൽ ഇയാളുടെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അത് മുഴുവൻ ഈ ISIS ആശയങ്ങളും അതേപോലെ തന്നെ തീവ്ര ആശയങ്ങളുമായിരുന്നു. ഒരു മനുഷ്യനെ എങ്ങനെ കൊലപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ കൃത്യമായി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി പഠിച്ചു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ സോഷ്യൽ മീഡിയയിലും മറ്റും സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇയാൾ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ ഇയാൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്, അതോ ഇത്തരം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് നടത്തിയ പ്രവൃത്തിയാണോ തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആന്റി ടെററിസ്റ്റ് കോഡാണ് ഇപ്പോൾ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തിരുന്നെങ്കിലും കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതിലൊരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇയാൾ മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികളാണെങ്കിൽ ഇയാൾ ഭാരതത്തിനുള്ളിൽ തന്നെ ജീവിച്ച് ഈ മണ്ണിൽ ഈ വായു ശ്വസിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാനും ഒപ്പം തന്നെ ഇതര മതസ്ഥരെ വകവരുത്തുവാനുമായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. മഹാരാഷ്ട്രയിലും മതം ചോദിച്ചുള്ള ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട ശേഷമാണ് 2 സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നന്ദകുമാരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ രോഹിണി, ഈ ഇടുക്കിയിൽ നിന്ന് അവിടെയും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുവെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ സുബിൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൊടുപുഴയിലും കട്ടപ്പനയിലും കുമളിയിലും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. പോലീസ് ഇടപെട്ട് ഹർത്താൽ അനുകൂലികളെ മാറ്റി വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ യാത്രാ സൗകര്യം ഉൾപ്പെടെ തടയുന്നുണ്ട് എന്നുള്ളത്. അതായത് നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകാമല്ലേ? അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. വേഗം അടങ്ങിയത്.